ഏഷ്യാ കപ്പിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് 128 റൺസ് വിജയലക്ഷ്യം. കുൽദീപ് യാദവിന് 3 വിക്കറ്റ്. സ്പോർട്സ് ഡെസ്കിൽ നിന്നും ജയേഷ് പുക്കൂട്ടൂർ അവസാന നിമിഷം അഫ്രീദിയുടെ സിക്സർ അടക്കം നമ്മൾ കണ്ടു. 128 റൺസിലേക്ക് എത്തിച്ചു. ഒരു ജീവൻ രക്ഷാ പ്രവർത്തനമായിരുന്നുവല്ലേ അവസാനത്തെ ഓവറുകളിൽ കണ്ടത് ജയേഷ് പുക്കൂട്ടൂർ? അതെ 7-83 എന്ന നിലയിൽ തകർന്ന പാകിസ്ഥാൻ, അതായത് ഒരു 100-ൽ താഴെ ഒതുങ്ങുമെന്ന് വിചാരിച്ച പാകിസ്ഥാനാണ് 127 എന്ന ഭേദപ്പെട്ട ടോട്ടലിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. എടുത്തു പറയാനുള്ളത് ഷഹീൻ ഷാ അഫ്രീദിയുടെ ബാറ്റിംഗ് തന്നെയായിരുന്നു. 16 പന്തിലാണ് 4 സിക്സറുകളുടെ സഹായത്തോടെ അദ്ദേഹം 33 റൺസ് സ്വന്തമാക്കിയിരിക്കുന്നത്. നേരത്തെ ഓപ്പണർ ഫർഹാന്റെ 40 ആയിരുന്നു പാകിസ്ഥാന്റെ മികച്ച സ്കോറർ എന്ന് പറയുന്നത്. ഫഖർ സമാൻ 17 റൺസ് എടുത്തു. ഒരു ഘട്ടത്തിൽ പോലും, അതായത് തുടക്കത്തിലെ വൻ തകർച്ച നേരിട്ടുകൊണ്ട് അവസാന നിമിഷങ്ങളിൽ മികച്ച പ്രകടനം നടത്തിയ ഷഹീൻ ഷാ അഫ്രീദിയുടെ ഒരു ഒറ്റയാൾ പ്രകടനം എന്ന് വേണമെങ്കിൽ പറയാം. അവസാന നിമിഷങ്ങളിൽ 4 സിക്സറുകളാണ് ഷഹീൻ ഷാ നേടിയത്. അതിൽ തന്നെ 19ാമത്തെ ഓവറിൽ ജസ്പ്രീത് ബുംറയെ, ഇന്ത്യയുടെ സ്റ്റാർ ബൗളർ ബുംറയെ അടക്കം സിക്സറിന് തൂക്കിക്കൊണ്ടുള്ള മികച്ച പ്രകടനം തന്നെയാണ് ഷഹീൻ ഷാ അഫ്രീദി നടത്തിയത്. എന്തായാലും മത്സരത്തിലേക്ക് വരുമ്പോൾ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്യുകയായിരുന്നു. ടോസ് നേടിയ സൽമാൻ ആഗ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ത്യ ഒരു മാറ്റം പോലും വരുത്താതെ പതിവ് പോലെ തന്നെ 3 സ്പിന്നർമാരുമായിട്ടാണ് കളിച്ചത്. പാകിസ്ഥാനെതിരെ 2 പേസർ ഉണ്ടാകുമെന്നുള്ള പ്രതീതിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും 3 സ്പിന്നർമാരുമായിട്ട് കളിച്ചു. ആ 3 സ്പിന്നർമാരും മികച്ച രീതിയിൽ തന്നെ പന്തെറിഞ്ഞു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയാനുള്ളത്. ആ 3 പേരും 4 ഓവർ സ്പെല്ല് പൂർത്തിയാക്കി എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. കുൽദീപ് യാദവാണ് ഇന്ത്യൻ ബോളർമാരിൽ ഏറ്റവും അധികം തിളങ്ങിയത്. 3 വിക്കറ്റുകൾ കുൽദീപ് സ്വന്തമാക്കുകയുണ്ടായി. UAE-ക്കെതിരായ ആദ്യ മത്സരത്തിൽ 7 റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് 4 വിക്കറ്റ് നേടിയ കുൽദീപ് പാകിസ്ഥാനെതിരായ രണ്ടാമത്തെ മത്സരത്തിലും നിർണായക മത്സരത്തിലും 3 വിക്കറ്റുകൾ സ്വന്തമാക്കിക്കൊണ്ട് ഇന്ത്യൻ ബൗളിംഗിൽ നട്ടെല്ലായിരിക്കുന്നു. ജയേഷ്, ബൗളിംഗ് പിച്ചാണ്, അതുകൊണ്ട് തന്നെ 128 റൺസ് ഒരു ഭേദപ്പെട്ട സ്കോർ എന്ന് പറയാമല്ലേ? ഉറപ്പായിട്ടും ഇന്ത്യയുടെ പ്രത്യേകിച്ച് ആദ്യ 7 താരങ്ങൾ വരെ, 7ാം നമ്പറിൽ വരെ ഇന്ത്യക്ക് മികച്ച ബാറ്റർമാരുണ്ട് എന്നുള്ളത് കൊണ്ട് ഇത് വലിയൊരു ടോട്ടൽ ആവില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് പാക് ബൗളിങ്ങിന് അത്രയേറെ മൂർച്ചയൊന്നുമില്ല. പ്രത്യേകിച്ച് ഷഹീൻ ഷാ അഫ്രീദിയൊക്കെ പഴയ അഫ്രീദി അല്ല ഇപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ ബൗളിംഗൊന്നും അത്ര മികച്ച രീതിയിലല്ല ഉള്ളത് എന്നുള്ളത് ഇന്ത്യക്ക് ആശ്വാസം നൽകുന്ന ഘടകം തന്നെയാണ്. എന്നിരുന്നാൽ പോലും സുഫിയാൻ മുഖീമിനെ പോലെയുള്ള റിസ്റ്റ് സ്പിന്നർ അവർക്കുണ്ട്. പ്രത്യേകിച്ച് സ്പിന്നർമാരെ തുണയ്ക്കുന്ന പിച്ചാണ് കുൽദീപ്. 3 വിക്കറ്റ് എടുത്ത പിച്ചാണ്. ആ ഒരു സാഹചര്യത്തിൽ മുഖീം അടക്കമുള്ള താരങ്ങൾ ഏത് രീതിയിൽ ബൗൾ ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. എന്നിരുന്നാൽ പോലും ഇന്ത്യക്ക് നമുക്കറിയാം ശുഭ്മാൻ ഗിൽ, അഭിഷേക് അടക്കമുള്ള ഓപ്പണിംഗ് നിര. 1 ഡൗണിൽ തിലക് വർമ്മ വരുന്നു, പിന്നീട് സൂര്യകുമാർ യാദവ് വരുന്നു, 5ാമതായി സഞ്ജു സാംസൺ വരുന്നു, ഹാർദിക് പാണ്ഡ്യ വരുന്നു. അക്സർ പട്ടേൽ വരെ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുന്ന മികച്ച 7 ബാറ്റർമാരുള്ള ഇന്ത്യൻ സംഘത്തിന് ഈ 128 എന്ന് പറയുന്നത് ഒരു അത്ര വലിയ ടോട്ടൽ ആവില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു. ജയേഷ് പുക്കൂട്ടൂരാണ് വിവരങ്ങൾ നൽകിയത്. 128 റൺസ് വിജയലക്ഷ്യം പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക്.